സർ ഓർഡർ പ്ലീസ്. സർ ഓർഡർ പ്ലീസ്. ഒരു ക്യാപ്പച്ചിനോ, ഒരു ചീസ് ബർഗർ. ഓ ചീസ് ബർഗർ ഇല്ല സാർ. ഉണ്ട് സാർ, ചീസ് ബർഗർ ഉണ്ട് സാർ. എനിത്തിങ് എൽസ് സാർ? സോറി സാർ, ഹീസ് മിസ്റ്റേക്കൻ. ചീസ് ബർഗർ ഇവിടെ ഇല്ല സാർ. അതൊരാൾ പറഞ്ഞിട്ടുണ്ടെന്ന്, ഒരാൾ പറയുന്നില്ലാന്ന്. എന്താ ഇത്? അയാൾക്കത് ഉണ്ടാക്കി അറിയാനിട്ടാ സാർ. ഇല്ല സാർ, ഞാൻ ഉണ്ടാക്കി തരാം സാർ. പോരെ? ആദ്യം നിങ്ങൾ തമ്മിലൊരു ധാരണയാവും. ഇല്ല സാർ, ഞങ്ങൾ തമ്മിലുള്ള ധാരണ അല്പം പെസകിയിരിക്കുക. അത് വീക്ക് മേടിക്കാത്തതിന്റെ വിഷയാ. നിങ്ങൾ എന്തീ കാണിക്കുന്നത്? ഇവനാണ് പ്രശ്നം. ടോണി പറ, ഇതുവരെ ചീസ് ബർഗർ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ടോണി? അതാണോ പ്രശ്നം? അതല്ല പ്രശ്നം. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ 2 വെയിറ്റേഴ്സ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതാണോ പ്രശ്നം? അതല്ല പ്രശ്നം. ഇവിടെ ഇല്ലാത്ത ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞതിനാണ് ഈ പ്രശ്നം. അത് ശരി, അപ്പൊ ഇതാണ് പ്രശ്നം. അതൊന്നും അല്ല പ്രശ്നം. ഇതെന്ത് പണ്ടാരാണെന്ന് പറ. ആദ്യം നീക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാ പറ. ഓഹോ, ഈ നീ എന്നൊക്കെ ഉദ്ദേശിച്ചത് എന്നെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണോ? അങ്ങനെ സാറിന് തോന്നിയോ? ആ തോന്നി. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഈ പ്രശ്നത്തിൽ ഇടപെടാൻ താനാരാ? ഞാനല്ലേ ഇതിന്റെ ആള്. ഏത് ഈ പ്രശ്നത്തിന്റെയോ? സാർ തമാശ അടിച്ചാണോ? ഇയാൾ ആദ്യം എന്താ പ്രശ്നം എന്ന് വെച്ചാ പറ. പരിഹരിച്ചു വരാൻ വേണ്ടിയാ ചോദിച്ചത്. താൻ പരിഹരിക്കണ്ട, ഞാൻ പരിഹരിച്ചു തരാം. എക്സ്ക്യൂസ് മീ സർ. യെസ്. സോറി ഫോർ ദ സീൻ സർ. ഐ എം എക്സ്ട്രീംലി സോറി. എന്താ സാർ പ്രശ്നം? പ്രശ്നം ഞാൻ പറയാം. വേണ്ട, നിങ്ങൾ അകത്ത് പോ. ആ പോ. സുനിൽ, വിനീത് അകത്ത് പോ. ടോണിയും അകത്ത് പോ. സോറി സാർ, പറഞ്ഞോളൂ. സാറിന് എന്താ വേണ്ടത്? ഒരു ക്യാപ്പച്ചിനോയും ഒരു ചീസ് ബർഗറും. പ്ലീസ് ബി സീറ്റഡ് സർ. യുവർ ഓർഡർ വിൽ ബി റെഡി ഇൻ 10 minutes. ഓക്കെ. താങ്ക് യു സർ. എന്താ പേര്? ചിഞ്ചു. നൈസ് നെയിം. താങ്ക്സ്. നല്ല കുട്ടി, വൃത്തിയേട്ടവന്മാർ. എന്നാലും ആ ചിഞ്ചു മാറിയൊരു മാറ്റേ. പോയനെ. കർത്താവേ, ഇത് ഞാനിത് എന്ത് പറ്റി? റോച്ച എന്ത് പറ്റി? ഔട്ടായ? ഔട്ടായാന്ന്? ഇല്ല, ഒരു ബൗൺസ് കൂടി വരാനുണ്ട്. എന്നിട്ട് ഔട്ടാവെന്ന് വിചാരിച്ചിരിക്കുക. എന്തേ? എന്നാ ഞാൻ ഓർക്കറടാ, തൽക്കാലത്തേക്ക് ഔട്ടാവും. ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യ്. അതൊക്കെ കൊടുക്കട്ടെ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. റോച്ചിന് ടെൻഷൻ്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നീ എൻ്റെ കൊള്ളും. എന്നാ വേണ്ട, ഞാൻ പോണു. അല്ല ഡാ, ഇത് നീ ആരോടും പറഞ്ഞ് വലിയ ആളാവാൻ നിൽക്കണ്ട. അതായത് എന്ത് റോഹിച്ചിൻ്റെ ഇത് കൊള്ളൂന്ന് പറഞ്ഞതാ? ഞാൻ ആരോടും പറയത്തില്ല. റോഹിച്ചൻ പേടിക്കണ്ട. അതല്ലടാ പോത്തെ, കാര്യം ഞാൻ പറയാൻ പോണുള്ളൂ. എന്നാ പിന്നെ പോത്ത്. അല്ല റോഹിച്ചൻ പറ. ഞാനേ അന്ന് പോയ ഓൺട്രപ്രണർ മീറ്റിംഗില്ലേ, അതിൽ ഞാൻ അന്ന് കണ്ട പെൺകുട്ടിയുടെ പേര് അഡ്രസ്സും തപ്പി. കിട്ടിയില്ല. അവൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓർഡർ റോഹിച്ച, നമുക്ക് വേറെ വല്ല വഴി നോക്കാം. എന്നാലും റോഹിച്ചൻ എന്താ അതിൽ ഇത്ര വേവലാതി? നീ ലവ് ആണാ? ഏയ് ചേച്ചേ, ലവ് ഒന്നുമല്ല. നമ്മളെ നന്നായി അറിയാവുന്നൊരു പെൺകുട്ടി നമ്മുടെ പിറകെ നടന്ന് വട്ടം ചുറ്റിക്കുമ്പോൾ ആരാന്നറിയാനൊരു ആങ്സൈറ്റി. അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ട് ഇതൊക്കെ ചെയ്യുന്ന, അതും കണ്ടുപിടിക്കണം. ഇത് ലവ് ആവാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ദേ, ഒരു കാര്യം ഒന്ന് പറഞ്ഞു നിർത്തി അതിലിടക്കാൻ നിൽക്കണ്ടാട്ടാ. എന്നാ പിന്നെ റോഹിച്ചിരുന്ന് ആലോചിക്കും. ഞാൻ പോയേക്കാം. അതാ നല്ലത്. ചെല്ല്. താഴെ വല്ല പെമ്പിള്ളേരുണ്ടെങ്കിൽ അവരെ ചുറ്റും നടക്കും. കേട്ടാ, ചെല്ല്. നമുക്കിങ്ങനെ ഓർമ്മയിൽ കുടുങ്ങി ആലോചിക്കാൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, റോഹിച്ച് ഇവിടെ നിന്ന് ആലോചിക്കും. ഞാൻ താഴെ പോയിട്ട് ഈ ആലോചനകൾ പ്രാക്ടിക്കലാക്കാം. ഞാൻ കൊണ്ടുപോയി മെനു കൊടുത്ത കസ്റ്റമറിന് നീ എന്തിനാ പോയി മെനു കൊടുത്ത്? നീന്നാ അതെന്തെങ്കിലും വിളി. അപ്പൊ ഞാൻ മെനു കൊടുത്ത കസ്റ്റമർക്ക് നീ മെനു കൊടുത്തോ? അതിന് ആദ്യം കൊടുത്തത് ഞാനല്ലേ? ദേ നിർത്ത്. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് കേക്ക്. നമ്മൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവും. കാരണം നമ്മൾ ഇവിടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്, സുഹൃത്തുക്കളാണ്. പക്ഷേ അതൊന്നും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ അറിയിക്കരുത്. ഞാനല്ലോ പ്രശ്നം ഉണ്ടാക്കിയ അവനല്ലേ? പ്രശ്നം ആരുടെ ആയിക്കോട്ടെ, നമ്മൾ തമ്മിൽ ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്നത് റോയ്ച്ചനും ടോണിയാ. അവര് നമ്മളെ ഈ കോഫി ഷോപ്പ് വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് നമ്മൾ നന്നായി നടത്തിക്കൊണ്ടുവന്നുള്ള ഒരൊറ്റ പ്രതീക്ഷ കൊണ്ടാ. അത് നമ്മളായിട്ട് നശിപ്പിക്കരുത്. ഒരു ഷോപ്പ് ഓണർ പെരുമാറുന്നത് പോലെ റോയ്ച്ചൻ ഇതുവരെ നമ്മളോട് പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മളായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ? എനിക്ക് റോയിച്ചനോട് മാപ്പ് പറയണം. എനിക്കും വേണ്ട. ഇനി ഇത് റോയ്ച്ചൻ അറിയാനൊന്നും പോണ്ട.
അല്ലെങ്കിൽ തന്നെ പുതിയ ബിസിനസ് ഒന്നും തുടങ്ങാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ നടക്കുക പാവം. ഇനി അതിന്റെ കൂടി ഇതും കൂടി അറിഞ്ഞിട്ട് വേണം വിഷമം കൂട്ടാൻ. ഇനിയും കസ്റ്റമേഴ്സിനോട് ഒരു കുഴപ്പത്തിന് ഞാൻ പോവില്ല. കസ്റ്റമേഴ്സിനോട് മാത്രല്ല നമ്മൾ തമ്മിലും. ഓക്കെ? ഞാനൊക്കെ ഞാനും. എന്നാ രണ്ടുപേരും ഷെയ്ക്കൻ്റെ കൊടുത്തിട്ട് പോയി ജോലി ചെയ്യാൻ നോക്ക്. എന്താണ് ഇവിടെ ഒരു ചർച്ച? അതല്ല റോയിച്ച, ഞങ്ങള് അതൊന്നുമില്ല റോയിച്ച, ഞങ്ങള് വെറുതെ സമയം കിട്ടിയപ്പോ ഇങ്ങനെ. ശരി എന്നാ നടക്കട്ടെ. ചെല്ല്. പപ്പുവ. ചിഞ്ചു, എന്താ റോയിച്ച? ആ മണക്കൂസിന് പകരം നിന്നെ എനിക്ക് എന്റെ പെങ്ങളായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. എന്നെ പോലെ ഒരു പെങ്ങളെക്കാൾ നല്ലത് ആ മണിക്കൂസ് തന്നെയാണ് റോയിച്ച. എങ്ങനെ?